ശ്രീ ശശി തരൂരിൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്. പന്ന്യൻ രവീന്ദ്രൻ എന്തിനാണ് മത്സരിക്കുന്നത്? ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മറുപടി പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് 2 MLA-മാർക്ക് അസൗകര്യമായി പോയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ MLA-മാരും നഗരത്തിലുള്ള MLA-മാർ കൂടെ പങ്കെടുത്ത് തന്നെ ഇതിന് മറുപടി പറയണമെന്നാണ് ആഗ്രഹിച്ചത്. നിങ്ങളെല്ലാം അറിയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന ഒരു അഹങ്കാരം നിറഞ്ഞ പ്രസ്താവനയാണ് എന്നുള്ള കാര്യം ഞങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ്. ആ ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അത് ഇന്നു മാത്രമല്ല, മുൻപും അദ്ദേഹം ഈ ശൈലിയിലാണ് ഈ വിഷയങ്ങളെല്ലാം കാണുന്നത്. നമുക്കെല്ലാം അറിയാം, എക്കണോമിക് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പരാമർശം കന്നുകാലി ക്ലാസ് എന്നാണ്. കന്നുകാലികളോട് ഉപമിക്കുന്ന വാക്കുകളാണ് അദ്ദേഹം മുമ്പും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ അദ്ദേഹം പറയുന്നതിന് ഇപ്പോൾ കണ്ടെത്തിയ ഒരു കാര്യം, കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് വല്ലാതെ ഒറ്റപ്പെട്ടു പോയ ഒരു സ്ഥാനാർത്ഥിയാണ് ശശി തരൂർ. തലസ്ഥാനത്തെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം തന്നെ നിരവധിയായ കോൺഗ്രസ് പ്രവർത്തകർ, പ്രധാന പ്രവർത്തകരായിട്ടുള്ള ആളുകൾ കോൺഗ്രസ് ഉപേക്ഷിച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണുണ്ടായത്. ഈ തെരഞ്ഞെടുപ്പിൽ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ എവിടെ പോയാലും പ്രചരണ രംഗത്ത് പന്ന്യൻ രവീന്ദ്രൻ്റെ സാന്നിധ്യം ഒരാളിനും കാണാതെ പോകാൻ കഴിയില്ല. അത്ര കണ്ട് വിപുലമായ പ്രചാരണ പ്രവർത്തനങ്ങളിൽ, സംഘടനാ പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിയാൽ സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും അധികം പ്രവർത്തകർ വളരെ സജീവമായി ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ഏറ്റെടുത്ത ഒരു കാലഘട്ടമാണ്. പന്ന്യൻ രവീന്ദ്രൻ്റെ പ്രവർത്തനങ്ങളുമായി അതിൻ്റെ വിജയത്തിനു വേണ്ടി ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ എല്ലാ ജനപ്രതിനിധികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട പഞ്ചായത്ത് അംഗം മുതൽ അസംബ്ലിയിലുള്ള ഞങ്ങൾ 6 പേരടക്കം വളരെ സജീവമായ സാന്നിധ്യവും പ്രവർത്തനവുമാണ് നടത്തി വരുന്നത്. അങ്ങനെ LDF വളരെ മുന്നിൽ നിൽക്കുമ്പോൾ എന്തിനാണ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് എന്ന് നഗരത്തിൽ, വിശേഷിച്ച് നഗരത്തിലുള്ള ആർക്കും അറിയുന്ന ഒരു കാര്യമാണ്. തെരഞ്ഞെടുപ്പിൽ വളരെ മുന്നിൽ പന്ന്യൻ രവീന്ദ്രനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം നമുക്ക് ആർക്കും കാണാൻ കഴിയുന്നത്. ചില മാധ്യമങ്ങളെങ്കിലും, മലയാള മാധ്യമങ്ങളെങ്കിലും നടത്തിയ സർവേയിലെല്ലാം 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട BJPയുടെ സ്ഥാനാർത്ഥി അദ്ദേഹവുമായിട്ടാണ് ഞാൻ നേരിട്ട് മത്സരമെന്ന് തരൂർ പറഞ്ഞത്. എന്താണ് അതിൻ്റെ പിന്നിലുള്ള രഹസ്യമെന്ന് നമുക്കെല്ലാം അറിയാം. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ഈ നിലപാട് ആളുകളിലേക്ക് എത്തിച്ച് ജനങ്ങൾ ആ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയം അതിനനുസരിച്ച് ഭയപ്പാടോടുകൂടി അദ്ദേഹത്തിന് വോട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇത്തവണയും ആ തന്ത്രം പ്രയോഗിക്കാൻ വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം ഒരു RSS മനസ്സുള്ള കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളെല്ലാം നമുക്കറിയാം. ഈ അടുത്ത നാളിൽ തന്നെ സ്ഥാനാർത്ഥിയാകുന്നതിന് തൊട്ട് മുമ്പ് ഒരു ചാനലിൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം അടുത്ത പ്രധാനമന്ത്രി ആരെന്നുള്ള ചോദ്യത്തിന് ഒരു സംശയവുമില്ലാതെ BJPയുടെ ഒരു സ്ഥാനാർത്ഥിയോ ഒരു പ്രവർത്തകനോ പറയുന്നതിനേക്കാൾ ആവേശത്തോടുകൂടി ഒരു നിമിഷം ചിന്തിക്കാതെയാണ് നരേന്ദ്രമോദി ആണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത്. എന്നുമാത്രമല്ല, ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട രാമക്ഷേത്രത്തിൻ്റെ വിഷയത്തിൽ മുസ്ലിം സഹോദരന്മാർ എന്തുകൊണ്ട് അത് എടുത്തു മാറ്റി ആ വിഷയത്തിന് പരിഹാരമുണ്ടാക്കി കൊടുത്തുകൂടാ എന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായ കോൺഗ്രസ്സുകാരനാണ്.
എണ്ണി എണ്ണി പറയാവുന്ന നിരവധി കാര്യങ്ങൾ. അത്തരം നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് അയാൾ ഒരു ഒന്നാന്തരം RSSകാരനായ കോൺഗ്രസ്സാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലും വാക്കുകളിലുമെല്ലാം നമുക്കത് പ്രകടമായി കാണാൻ കഴിയുന്നതാണ്. ആ മനസ്സുമായി നടക്കുന്ന ശശി തരൂർ മതനിരപേക്ഷ ശക്തികളുടെ BJP വിരുദ്ധ വോട്ട് നേടാൻ നടത്തിയ ഈ പ്രസ്താവന ജനങ്ങൾ നന്നായി തിരിച്ചറിയുമെന്നാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രസ്താവന നടത്തി കഴിഞ്ഞ നാളുകളിൽ വോട്ട് സമ്പാദിച്ചെടുത്തതുപോലുള്ള ഒരു ശൈലിയിലേക്ക് പോകാൻ തലസ്ഥാനത്തെ ജനങ്ങൾ, വിശേഷിച്ചും മതനിരപേക്ഷ കുടുംബങ്ങൾ ഒരിക്കലും തയ്യാറാകില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്.